ഫ്രണ്ട്സ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഹണിമൂൺ കൊലപാതകങ്ങൾ വളരെ കൂടുതലാണല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങൾ അത്രയ്ക്കും ആക്റ്റീവ് അല്ലാതിരുന്നതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അത്തരം സംഭവങ്ങൾ അറിയാതെ പോയത്. ഈ അടുത്ത കാലത്ത് നടന്ന മേഘാലയ ഹണിമൂൺ മർഡർ കേസിൽ നിന്നും വളരെ വ്യത്യസ്തമായ നിറയെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഒരു ഹണിമൂൺ യാത്ര, സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു യാത്ര. ഇത് ഒരു ഭയാനകമായ കഥയാകുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ബീഹാറിലെ ഗയയിൽ നിന്നുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു യുവാവ്, മനീഷ് സിംഗ്. ഇന്ത്യൻ ആർമിയിൽ സേവനം ചെയ്യുന്നൊരു വ്യക്തി. വിവാഹം, പുതിയ ജീവിതം. അവന്റെ ഭാര്യ രാജേശ്വരി, നല്ല വിദ്യാഭ്യാസം നേടിയ സുന്ദരിയായ ഒരു പെൺകുട്ടി. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കകം അവർ യാത്രയായി നേപ്പാളിലേക്ക്. ഒരു ഹണിമൂൺ യാത്ര, നല്ല ഓർമ്മകൾ നിറഞ്ഞ നിമിഷങ്ങൾ. പക്ഷേ ജൂൺ 3 മനീഷ് ഇന്ത്യയിലേക്ക് ഒറ്റയ്ക്ക് മടങ്ങുന്നു. രാജേശ്വരി നേപ്പാളിൽ ഒറ്റയ്ക്ക് തുടരുന്നു. അതുവരെയെല്ലാം സാധാരണമായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? തുടർന്ന് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവബഹുലമായ കഥയിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്തിലെ ഗയ നഗരത്തിൽ മനീഷ് സിംഗ് താമസിച്ചിരുന്നു. മനീഷ് വിവാഹിതനായിരുന്നു. ഭാര്യയുടെ പേര് രാജേശ്വരി ശ്രീവാസ്തവ. ഇരുവരും അടുത്തിടെയാണ് വിവാഹം ചെയ്തത്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ് അധിക ദിവസം കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം മനീഷിന്റെ ഭാര്യ രാജേശ്വരി ഭർത്താവിനോടൊപ്പം ഒരു യാത്ര പോകാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഈ ആശയം മനീഷിനോട് പങ്കുവച്ചപ്പോൾ വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ ട്രിപ്പായി നേപ്പാളിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന് ശേഷം മനീഷും രാജേശ്വരിയും അവരുടെ യാത്രയ്ക്ക് തയ്യാറാകാൻ തുടങ്ങി. ഒടുവിൽ ഇരുവരും എയർപോർട്ടിലെത്തി. 2018 ജൂൺ 1 ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് അവർ ഫ്ലൈറ്റിൽ കയറുന്നു. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവർ നേപ്പാളിലെത്തി. അവർ 2-3 ദിവസമാണ് അവിടെ താമസിക്കാൻ തീരുമാനിച്ചിരുന്നത്. അവർ പിന്നീട് ഭൈരവയിലെത്തി. അവിടെയുള്ള എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളും സന്ദർശിച്ചു. 2 ദിവസം നേപ്പാളിൽ സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങാൻ മനീഷ് തീരുമാനിച്ചു. എന്നാൽ രാജേശ്വരിക്ക് അത് സമ്മതമായിരുന്നില്ല. കുറച്ച് ദിവസം കൂടി തനിക്ക് അവിടെ നിൽക്കണമെന്ന് അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. കാരണം നേപ്പാൾ വളരെ നല്ല സ്ഥലമാണെന്നും കുറച്ചുകൂടി ചുറ്റിക്കറങ്ങി കാണാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും അവൾ പറയുന്നു. മനീഷ് അവളുടെ ആഗ്രഹത്തിന് എതിരൊന്നും പറഞ്ഞില്ല. എന്നാൽ മനീഷിന് കുറച്ച് ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ജൂൺ 3 മനീഷ് ഒറ്റയ്ക്ക് ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ രാജേശ്വരി നേപ്പാളിൽ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. അവൾ എഡ്യൂക്കേറ്റഡ് ആയ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വിവാഹത്തിന് മുമ്പ് രാജേശ്വരി ഒറ്റയ്ക്ക് പലതവണ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനീഷ് അവൾ ഒറ്റയ്ക്ക് നേപ്പാളിൽ താമസിക്കുന്നതിൽ എതിർപ്പ് കാണിക്കാതിരുന്നത്. വിവാഹത്തിന് മുമ്പ് രാജേശ്വരി ഒരു നാട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിൽ സരസ്വതിപുരം എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവളുടെ മാതാപിതാക്കൾ അവളെ രാഖി എന്ന് വിളിച്ചിരുന്നു. രാഖിയുടെ മാതാപിതാക്കൾ ഗോരഖ്പൂരിലെ ബീലൺപൂർ എന്ന അയൽപ്രദേശത്തായിരുന്നു താമസിച്ചിരുന്നത്. രാഖിയും മനീഷ് സിംഗും 2018 ഫെബ്രുവരിയിൽ വിവാഹം കഴിച്ചു. മനീഷിന്റെ കുടുംബം ബീഹാറിലെ ഗയ ജില്ലയിലെ വസീർഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ലോഹ്ജാര ഗ്രാമത്തിലായിരുന്നു. അവരുടേത് പ്രണയവിവാഹമായിരുന്നു. മനീഷും രാഖിയും നിയമപരമായി വിവാഹം കഴിച്ചു. എന്നാൽ രാഖിയുടെ കുടുംബം മനീഷുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. പിന്നീട് അവരുടെ വിവാഹത്തിന് ശേഷം അവളുടെ മാതാപിതാക്കൾ ഒടുവിൽ മനീഷിനെ മരുമകനായി സ്വീകരിച്ചു. വിവാഹശേഷം രാഖി ഗയ ജില്ലയിലെ അവളുടെ ഭർത്ത് വീട്ടിലേക്ക് താമസം മാറി. അവിടെ മനീഷിന്റെ മാതാപിതാക്കളും രാഖിയെ മരുമകളായി സ്വീകരിച്ചു. മനീഷ് സിംഗ് ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ളയാളും കൂടാതെ അദ്ദേഹം ഇന്ത്യൻ ആർമിയിലുമായിരുന്നു. വിവാഹശേഷം മനീഷിന് തന്റെ ഭാര്യ രാഖിയോടൊപ്പം കുറച്ച് ദിവസങ്ങളെ നിൽക്കാൻ സാധിച്ചിരുന്നുള്ളൂ. തുടർന്ന് മനീഷ് തന്റെ ഡ്യൂട്ടിയിലേക്ക് മടങ്ങി. മനീഷിന്റെ മാതാപിതാക്കളോടൊപ്പം രാഖി വീട്ടിൽ തനിച്ചായി. മനീഷ് തന്റെ ഡ്യൂട്ടിയിലേക്ക് മടങ്ങിയതിനാൽ രാഖി വളരെ ഏകാന്തത അനുഭവിക്കാൻ തുടങ്ങി. അവൻ മടങ്ങി വരുന്നതുവരെ അവൾ കാത്തിരുന്നു. മനീഷ് തന്റെ ഭാര്യ രാഖിയെ വളരെയധികം സ്നേഹിച്ചു. അതിനാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരവധിക്കാലത്ത് അദ്ദേഹം വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വന്നു. ഈ സമയത്താണ് മനീഷും രാഖിയും നേപ്പാളിലേക്ക് ഒരു യാത്ര പോകാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മനീഷ് നേപ്പാളിൽ നിന്ന് ബീഹാറിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഭാര്യ രാഖി ഇപ്പോഴും നേപ്പാളിലെ പൈറാഹവയിലായിരുന്നു.
ഇന്ത്യയിലേക്ക് മടങ്ങിയതിനു ശേഷം മനീഷ് ഭാര്യയുമായി സംസാരിക്കാൻ അവസരം ലഭിക്കുമ്പോഴെല്ലാം അദ്ദേഹം അവളോട് ഫോണിൽ സംസാരിക്കുമായിരുന്നു. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതിനു ശേഷം മനീഷ് ഭാര്യ രാജേശ്വരിയോട് ആകെ 3 തവണ സംസാരിച്ചു. അത് ജൂൺ 3 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിലായിരുന്നു. എന്നാൽ ജൂൺ 5 വൈകുന്നേരം മനീഷ് ഭാര്യയെ വീണ്ടും വിളിച്ചപ്പോൾ രാഖി അദ്ദേഹത്തിന്റെ കോളിന് മറുപടി നൽകിയില്ല. ആ സമയം രാഖിയുടെ ഫോൺ റിങ് ചെയ്യുകയും പിന്നീട് കട്ടാവുകയും ചെയ്തു. ഭാര്യ യാത്ര ചെയ്ത് ക്ഷീണിതയാണെന്നും വിശ്രമിക്കുകയാണെന്നും അതുകൊണ്ടാണ് അവൾ തന്റെ കോളിന് മറുപടി നൽകാഞ്ഞതെന്നും മനീഷ് കരുതി. അടുത്ത ദിവസം 2018 ജൂൺ 6 മനീഷ് തന്റെ ഭാര്യ രാഖിയെ വീണ്ടും വിളിച്ചു. പക്ഷേ രാഖി തന്റെ കോളിന് മറുപടി നൽകിയില്ല. ഇത് വീണ്ടും വീണ്ടും സംഭവിച്ചപ്പോൾ മനീഷ് ഭാര്യ രാഖിയെക്കുറിച്ച് വിഷമിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം തന്റെ ഭാര്യ വാട്സപ്പിൽ ഓൺലൈനിലാണെന്ന് മനീഷ് കണ്ടു. അങ്ങനെ ആ നിമിഷം അവൻ അവളെ വാട്സപ്പിൽ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാഖി അവന്റെ വാട്സപ്പ് കോളും എടുത്തില്ല. മനീഷ് അവൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. പക്ഷേ അവൾ അതിന് മറുപടി നൽകിയില്ല. രാഖി വാട്സപ്പിൽ ഓൺലൈനിലായിരുന്നു. പക്ഷേ ഭർത്താവിന്റെ കോളുകൾ അറ്റൻഡ് ചെയ്യുകയോ അവന്റെ മെസ്സേജുകൾക്ക് മറുപടി നൽകുകയോ ചെയ്യുന്നില്ല. കൂടാതെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുടങ്ങിയ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും രാഖി സജീവമായിരുന്നു. പക്ഷെ അവിടെയും അവൾ മനീഷിന് മറുപടി നൽകിയില്ല. സമയം കടന്നു പോകുന്തോറും മനീഷിന് ഭാര്യ രാഖിയോടുള്ള ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും മനീഷ് അവളോട് സംസാരിക്കാൻ പലതവണ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ മുഴുവൻ സമയത്തും ഒരിക്കൽ പോലും രാഖിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയില്ല എന്നതാണ് അദ്ദേഹത്തിന് അത്ഭുതം. കൂടാതെ ഓൺലൈനിലായിരിക്കുകയും മെസ്സേജ് വായിക്കുകയും ചെയ്തിട്ടും രാഖി ഇപ്പോഴും തന്റെ കോളുകൾക്ക് മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു. അതിനുശേഷം മനീഷ് തന്റെ ഭാര്യ രാഖിക്കായി കുറച്ചുകൂടി കാത്തിരുന്നു. രാഖി സോഷ്യൽ മീഡിയയിൽ പലതവണ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അവൾ റെസ്പോണ്ട് ചെയ്തില്ല. മനീഷ് പിന്നീട് ഇതെല്ലാം രാഖിയുടെ സഹോദരൻ അമർ പ്രകാശ് ശ്രീവാസ്തവയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ രാഖിയുടെ സഹോദരൻ വളരെ അത്ഭുതപ്പെട്ടു. കാരണം കഴിഞ്ഞ 2 ദിവസമായി അയാളും രാഖിയെ പലതവണ വിളിക്കാനും മെസ്സേജ് അയക്കാനും ശ്രമിച്ചിരുന്നു. എന്നാൽ രാഖി അവനോട് പ്രതികരിച്ചില്ല. അവൾ ഫോണിൽ സംസാരിച്ചതുമില്ല. ഇതെല്ലാം രാഖിയുടെ കുടുംബത്തിനും വളരെ വിചിത്രമായി തോന്നി. ഇതെല്ലാം അറിഞ്ഞതിനു ശേഷം രാഖിയുടെ സഹോദരൻ അമർ തന്റെ സഹോദരിയുടെ ഭർത്താവ് മനീഷിനെ സംശയിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ രാഖിയുടെ തിരോധാനത്തിൽ തന്റെ അളിയൻ മനീഷിന് എന്തോ പങ്കുണ്ടെന്ന് അമറിന് തോന്നി. ഈ സംശയത്തെ തുടർന്ന് 2018 ജൂൺ 24 ഗോരഖ്പൂരിലെ ഷാഹ്പൂർ പോലീസ് സ്റ്റേഷനിൽ മനീഷിനെതിരെ അമർ ഒരു കിഡ്നാപ്പിംഗ് കേസായി പരാതി നൽകി. അമർ പരാതി നൽകിയതിനു ശേഷം ജൂലൈ 4 പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 366 പ്രകാരം തട്ടിക്കൊണ്ടുപോകൽ, സെക്ഷൻ 506 പ്രകാരം ക്രിമിനൽ ഭീഷണി എന്നിവയുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തു. ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കാരണം ഭാര്യ രാഖിയുടെ തിരോധാനത്തിൽ മനീഷ് ഇതിനകം തന്നെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരനും അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനിടെ ഗോരഖ്പൂരിലെ പോലീസ് മനീഷ് സിൻഹയെ പിടികൂടി ചോദ്യം ചെയ്യാൻ തുടങ്ങി. തന്റെ അളിയൻ അമർ തനിക്കെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും മനീഷ് പൂർണ്ണമായും നിഷേധിച്ചു. പോലീസിനോട് അദ്ദേഹം എല്ലാം വളരെ വ്യക്തമായി വിശദീകരിച്ചു. ഭാര്യയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ അവളെ അന്വേഷിക്കാൻ നേപ്പാളിലേക്ക് താൻ തിരിച്ചു പോയിട്ടുണ്ടെന്ന് മനീഷ് പോലീസിനോട് പറഞ്ഞു. ദമ്പതികൾ മുമ്പ് താമസിച്ചിരുന്ന നേപ്പാളിലെ പൈറഹാവയിലുള്ള അതേ ഹോട്ടൽ സന്ദർശിച്ച് രാഖിയെക്കുറിച്ച് അന്വേഷിച്ചു. എന്നാൽ ഹോട്ടലിൽ വെച്ച് താൻ ചെക്കൗട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയതിനു ശേഷം ഭാര്യ രാഖിയും അടുത്ത ദിവസം തന്നെ ഹോട്ടൽ വിട്ടതായി അയാൾക്ക് മനസ്സിലായി. ഈ വിവരം അന്ന് മനീഷിനെ ഞെട്ടിച്ചിരുന്നു. 2 ദിവസം കൂടി അയാൾ നേപ്പാളിൽ രാഖിയെ അന്വേഷിച്ച് തിരച്ചിൽ തുടർന്നു. പക്ഷേ എന്നിട്ടും അവളെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല. അങ്ങനെ അയാൾ വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങി. ഇതെല്ലാം കേട്ട ശേഷം പോലീസ് മനീഷിന്റെ ഫോൺ രേഖകളും പരിശോധിച്ചു. ഇതിൽ നിന്ന് അവർ സ്ഥിരീകരിച്ചു, മനീഷ് രാഖിയെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ രാഖി ഒരിക്കലും ഫോൺ എടുത്തിരുന്നില്ല എന്ന്. വാസ്തവത്തിൽ ഇതെല്ലാം അറിഞ്ഞതിനു ശേഷം മനീഷിനെതിരെ തെളിവുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് പോലീസ് മനീഷ് സിംഗയെ വെറുതെ വിട്ടു. പക്ഷേ രാഖി എവിടെ പോയി എന്ന ചോദ്യം അവശേഷിച്ചു. രാഖിയെ കണ്ടെത്തുന്നത് പോലീസിന് കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്നു. മകളെ കണ്ടെത്താൻ അവളുടെ മാതാപിതാക്കളും പോലീസിന്റെ മേൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. ഈ കേസിലെ ഏറ്റവും വലിയ സങ്കീർണതകളിലൊന്ന് ഇന്ത്യയിലല്ല ഈ കേസ് നടന്നിരിക്കുന്നത് എന്നതായിരുന്നു. കേസ് ഗോരഖ്പൂർ പോലീസിൽ നിന്ന് ഉത്തർപ്രദേശിലെ STFന് കൈമാറി, അതായത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ഇന്ത്യയിൽ അക്രമ കുറ്റകൃത്യങ്ങൾ
തീവ്രവാദം അല്ലെങ്കിൽ മറ്റ് പ്രത്യേക സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി രൂപീകരിച്ച ഒരു പ്രത്യേക പോലീസ് യൂണിറ്റാണ് STF. റാഖിയുടെ കേസ് STFന്റെ അധികാരപരിധിയിൽ വന്നതിനാൽ അവർ അത് വളരെ സമഗ്രമായും ശ്രദ്ധാപൂർവവും അന്വേഷിച്ചുകൊണ്ടിരുന്നു. അന്വേഷണത്തിനിടെ STF റാഖിയുടെ ഫോണിലെ ലൊക്കേഷനും ട്രാക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് അവളുടെ ഫോൺ അസം സംസ്ഥാനത്തെ ഒരു നഗരമായ ഗുവാഹത്തിയിലായിരുന്നു. അപ്പോഴും റാഖിയുടെ ഫോൺ ഓണായിരുന്നു. പക്ഷേ അവൾ ആരുമായും കോണ്ടാക്ട് നടത്തിയിട്ടില്ല ഇതുവരെ. കുറച്ച് സമയത്തിന് ശേഷം റാഖിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. 2018 ഒക്ടോബർ 4 രാത്രി 11:30 ആയിരുന്നു ഫോൺ ഓഫായത്. അവൾ ഓൺലൈനിലുണ്ടായിരുന്ന അവസാനത്തെ സ്ഥിരീകരിച്ച സമയമായിരുന്നു അത്. അതിനുശേഷം റാഖിയെ വീണ്ടും ഓൺലൈനിൽ കണ്ടില്ല. അവളുടെ ലൊക്കേഷനും കട്ടായി. റാഖി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വിവരവും അവർക്കിതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയത്ത് നേപ്പാൾ പോലീസ് ഒരു സ്ത്രീയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോകൾ ഉത്തർപ്രദേശ് STF ജീവനക്കാർക്ക് അയച്ചു. ഇന്ത്യയിൽ രാഖിയുടെ ഫോട്ടോകൾ ലഭിച്ച ഉദ്യോഗസ്ഥൻ അവളുടെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരിൽപ്പെട്ടവരായിരുന്നില്ല. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ലായിരുന്നു. എന്നിരുന്നാലും ആ ഫോട്ടോയിലെ സ്ത്രീയെ ഉദ്യോഗസ്ഥൻ തിരിച്ചറിഞ്ഞു. റാഖിയുടെ തിരോധാനത്തിന് ശേഷമുള്ള ദിവസം 2018 ജൂൺ 8 ഒരു സ്ത്രീയുടെ മൃതദേഹത്തെക്കുറിച്ച് ഒരാൾ നേപ്പാൾ പോലീസിന് അന്ന് അറിയിച്ചിരുന്നു. ഈ വിവരം ലഭിച്ചതിനെ തുടർന്ന് നേപ്പാൾ പോലീസ് വേഗത്തിൽ സ്ഥലത്തെത്തി. പോലീസ് നേപ്പാളിലെ പൊക്കാരയിലെ സാരംകോട്ടിലെ ഒരു കുന്നിൻ ചുവട്ടിൽ കിടക്കുന്ന നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. എന്നിരുന്നാലും മൃതദേഹത്തിന് സമീപം ബാഗോ തിരിച്ചറിയൽ രേഖകളോ ഒന്നും നേപ്പാൾ പോലീസിന് കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ മൃതദേഹം തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. താമസിയാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. സ്ത്രീക്ക് ഒന്നിലധികം ഒടിവുകളും ആന്തരിക രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ടെന്ന് അതിൽ പറഞ്ഞിരുന്നു. മരണപ്പെട്ട് ഏകദേശം 48 മണിക്കൂർ കഴിഞ്ഞെന്നും ശരീരത്തിൽ മദ്യം കണ്ടെത്തിയെന്നും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കിയ നേപ്പാൾ പോലീസ് സ്ത്രീ അമിതമായി മദ്യപിച്ചിരിക്കുമ്പോൾ കുന്നിൽ നിന്ന് വീണതായിരിക്കാനുള്ള സാധ്യത പരിഗണിക്കാൻ തുടങ്ങി. എന്നിട്ടും പോലീസ് അവളെ തിരിച്ചറിയാൻ വളരെയധികം ശ്രമിച്ചുവെങ്കിലും ഒരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തെ സമീപ പോലീസ് സ്റ്റേഷനുകളിൽ നേപ്പാൾ പോലീസ് ഒരന്വേഷണം നടത്തി. പക്ഷേ ആ സ്റ്റേഷനുകളിലൊന്നും സ്ത്രീയുടെ വിവരവുമായി പൊരുത്തപ്പെടുന്ന ഒരു പരാതിയും ലഭിച്ചില്ല. തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾക്കിടയിൽ അങ്ങനെ സമയം കടന്നുപോയി. മൃതദേഹം അവകാശപ്പെടാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരും മുന്നോട്ട് വന്നതുമില്ല. ഒടുവിൽ നേപ്പാൾ പോലീസ് മൃതദേഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിനു മുമ്പ് അവരുടെ എല്ലാ ഫോട്ടോഗ്രാഫുകളും ഫോറൻസിക് റിപ്പോർട്ടുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റെല്ലാ വിവരങ്ങളും അവർ സൂക്ഷിച്ചു. കാലക്രമേണ ആ സ്ത്രീ നേപ്പാൾ നിവാസിയായിരിക്കില്ല, മറിച്ച് ഒരു വിനോദസഞ്ചാരിയായിരിക്കാമെന്ന് നേപ്പാൾ പോലീസിന് തോന്നി തുടങ്ങി. കാരണം ആരും അവളെക്കുറിച്ച് അന്വേഷിക്കാൻ മുന്നോട്ട് വന്നില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നേപ്പാൾ പോലീസ് അവരുടെ ഫോട്ടോകൾ ഇന്ത്യയുടെ STFന് അയച്ചു. ഇപ്പോൾ അവരുടെ ഫോട്ടോ നോക്കി ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞ STF ഉദ്യോഗസ്ഥൻ അവരുടെ പേര് റാഖി എന്നാണെന്ന് തന്റെ മുതിർന്ന STF ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. ആ പേര് കേട്ടപ്പോൾ ആ ഉദ്യോഗസ്ഥന് അവരെ നന്നായി അറിയാമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥന് തോന്നി. വാസ്തവത്തിൽ അവരെ വ്യക്തിപരമായി അറിയാവുന്നവരും അടുത്ത പരിചയക്കാരും മാത്രമേ അവരെ റാഖി എന്ന് വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥ പേര് രാജേശ്വരി ശ്രീവാസ്തവ എന്നായിരുന്നല്ലോ. അങ്ങനെ കേസ് പരിഹരിക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥൻ വലിയൊരു സഹായമാകുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനും കരുതി. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെ രാഖിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ആ അന്വേഷണ സംഘത്തിൽ ചേർത്തു. ജൂൺ 8 നേപ്പാൾ പോലീസ് റാഖിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നെങ്കിൽ അതിനുശേഷം ആരാണ് അവരുടെ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോൾ STFന് അറിയണമായിരുന്നു. അതിനു പുറമെ ഇപ്പോൾ ഡിസംബർ മാസമായിരിക്കുന്നു. അവളുടെ ഫോൺ ഇപ്പോൾ വീണ്ടും ആക്റ്റീവായിരിക്കുന്നു. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ആ സമയത്ത് റാഖിയുടെ ഫോൺ ഉപയോഗിച്ചിരുന്നയാൾ അതിൽ വളരെ സജീവമായിരുന്നു. റാഖി തന്നെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് തോന്നിപ്പോകും. റാഖിയുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ചാൽ തന്നെ ആ കള്ളൻ എന്തിനാണ് റാഖിയുടെ വാട്സപ്പ് കൂടാതെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതെന്ന് STF ഉദ്യോഗസ്ഥർ ചിന്തിച്ചു. കള്ളൻ സാധാരണയായി അതെല്ലാം ഇല്ലാതാക്കി ആ ഫോണിൽ സ്വന്തം വാട്സപ്പും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഉപയോഗിക്കും. എന്നാൽ ഇപ്പോൾ STFന്റെ വലിയ ചോദ്യം റാഖിയുടെ ഫോൺ ആരാണ് ഉപയോഗിക്കുന്നതെന്നായിരുന്നു. STF സംഘം റാഖിയുടെ കേസ് വളരെ സമഗ്രമായി അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ റാഖിയുടെ മാതാപിതാക്കളും സഹോദരനും മനീഷിനെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നിരുന്നാലും കേസ് കൂടുതൽ സമഗ്രമായി അന്വേഷിക്കുന്നതിനായി STF സംഘം ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലെ പൊക്കാര മേഖലയിലേക്ക് യാത്ര തിരിച്ചു.
അവിടെ നേപ്പാൾ പോലീസ് റാഖിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തെത്തിയപ്പോൾ STF അവിടുത്തെ ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ടു. സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അവരുടെ പക്കൽ ഒന്നുമില്ലായിരുന്നുവെന്ന് നേപ്പാൾ പോലീസ് STFനെ അറിയിച്ചു. അവളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളോ തിരിച്ചറിയൽ രേഖകളോ ഇല്ലായിരുന്നു. കൂടാതെ നേപ്പാളിൽ ഏതൊക്കെ ഹോട്ടലുകളിലാണ് സ്ത്രീ താമസിച്ചിരുന്നതെന്ന് നേപ്പാൾ പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞില്ല. കാരണം ആ സമയത്ത് നേപ്പാളിലെ പല ഹോട്ടലുകളിലും CCTV ക്യാമറകൾ ഇല്ലായിരുന്നു. എന്നാൽ അതേസമയം ആ STF ഉദ്യോഗസ്ഥന് റാഖിയെ എങ്ങനെ അറിയാമെന്നും അവരുടെ ഫോട്ടോകൾ നോക്കി അയാൾക്ക് എങ്ങനെ അവളെ ഇത്ര വേഗത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്നും STF സംഘം അറിയാൻ ആഗ്രഹിച്ചു. അതിനുശേഷം റാഖിയെ എങ്ങനെ അറിയാമെന്നതിൻ്റെ മുഴുവൻ കഥയും STF ഉദ്യോഗസ്ഥൻ മറ്റുദ്യോഗസ്ഥരുമായി പങ്കുവച്ചു. താൻ STFൽ ചേരുന്നതിനു മുമ്പ് ഒരാശുപത്രിയിലെ ഒരു ഡോക്ടറുടെ ബോഡി ഗാർഡായിരുന്നുവെന്നും ആ ഡോക്ടർ റാഖിയുമായി സൗഹൃദത്തിലായിരുന്നുവെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. റാഖിയെ കാണാൻ ഡോക്ടർ ഇടയ്ക്കിടെ സരസ്വതിപുരം സന്ദർശിക്കാറുണ്ടായിരുന്നുവെന്നും ഇരുവരും ഒരുമിച്ച് ധാരാളം സമയം ചെലവഴിക്കാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടറുടെ പേര് ധർമ്മേന്ദ്ര പ്രതാപ് സിംഗ് എന്നായിരുന്നു. അദ്ദേഹം ഡോക്ടർ DP സിംഗ് എന്നും അറിയപ്പെട്ടിരുന്നു. ഗോരഖ്പൂരിലെ ദാവത്പൂരിൽ കനാൽ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആശുപത്രി ഡോക്ടറിനുണ്ടായിരുന്നു. ആ ആശുപത്രിയുടെ പേര് ആര്യൻ ആശുപത്രി എന്നാണ്. ഇപ്പോൾ STFന് ഈ കേസ് പരിഹരിക്കാൻ പുതിയൊരു പ്രതീക്ഷ ലഭിച്ചിരിക്കുന്നു. റാഖിക്ക് ഈ ഡോക്ടറുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതു മുതൽ അവരുടെ കേസ് പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിൽ തങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് STF സംഘം വിശ്വസിച്ചു. എന്നാൽ ഒരു കാര്യം കൂടി വ്യക്തമായിരുന്നു. STFന് ഡോക്ടറെ നേരിട്ട് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ ഫോൺ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികാരികൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയില്ല. കൂടാതെ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ഒരു ഫോൺ മോഷ്ടിച്ച് നേപ്പാളിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ രാജ്യത്തെ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ പോലീസിന് ആ ഫോണിൻ്റെ സ്ഥാനം ട്രാക്ക് ചെയ്യാനോ കണ്ടെത്താനോ കഴിയില്ല. അതിനുവേണ്ടി നേപ്പാൾ സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കേണ്ടിയിരുന്നു. പിന്നീട് STFന് നേപ്പാൾ സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുകയും റാഖിയുടെ കോളിൻ്റെ വിശദാംശങ്ങളും ലൊക്കേഷൻ ഡാറ്റയും വീണ്ടെടുക്കുകയും ചെയ്തു. അതിനുശേഷം അവർ മനീഷ് നേപ്പാളിലായിരുന്നപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ലൊക്കേഷനും പരിശോധിച്ചു. മനീഷിൻ്റെ നേപ്പാൾ ലൊക്കേഷൻ വിശദാംശങ്ങളിൽ നിന്ന് ജൂൺ 1 മുതൽ ജൂൺ 3 വരെ അദ്ദേഹം നേപ്പാളിൽ റാഖിയോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി. എന്നാൽ അതിനുശേഷം മനീഷ് ബീഹാറിലേക്ക് മടങ്ങി. മനീഷ് ബീഹാറിലേക്ക് മടങ്ങിയതിനു ശേഷം റാഖിയുടെ സ്ഥലം വ്യാവയിൽ നിന്ന് നേപ്പാളിലെ പാരയിലേക്ക് മാറി. നേപ്പാളിലെ കാസ്കി ജില്ലയിൽ ഡേവിഡ് ഫാൾസ് എന്ന പേരിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിനടുത്താണ് റാഖിയുടെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയത്. ജൂൺ 2 അവൾ ഡോക്ടർ DP സിംഗുമായി സംഭാഷണം നടത്തിയതായും റാഖിയുടെ കോൾ വിശദാംശങ്ങളിൽ നിന്ന് വ്യക്തമായി. പിന്നീട് STF റാഖിയുടെ പഴയ കോൾ ഡീറ്റെയിൽസ് വീണ്ടെടുത്തപ്പോൾ റാഖി നേരത്തെ ഡോക്ടർ DP സിംഗുമായി സംസാരിച്ചിരുന്നതായി അവർ കണ്ടെത്തി. ജൂൺ 4 റാഖിയെ കാണാൻ ഡോക്ടർ DP സിംഗും നേപ്പാളിലേക്ക് പോയിരുന്നു. അദ്ദേഹം നേപ്പാളിൽ നിന്ന് മറ്റൊരു സിം കാർഡ് വാങ്ങി ഒരു മൊബൈൽ ടോപ്പ് കാർഡ് ഉപയോഗിച്ച് പ്രീപെയ്ഡ് ബാലൻസ് ഉപയോഗിച്ച് റീചാർജ് ചെയ്തു. റാഖിയുടെ കോൾ റെക്കോർഡുകളിൽ ഒരു നേപ്പാളീസ് നമ്പർ പ്രത്യക്ഷപ്പെട്ടു. ഡോക്ടർ DP സിംഗിന്റെ ലൊക്കേഷൻ റാഖിയുടെ ലൊക്കേഷനുമായി പൊരുത്തപ്പെട്ടു. ആ നേപ്പാൾ നമ്പർ ഉപയോഗിച്ച വ്യക്തി മറ്റാരുമല്ല, ഡോക്ടർ DP സിംഗ് തന്നെയാണെന്ന് അവർ സ്ഥിരീകരിച്ചു. ഡോക്ടർ DP സിംഗിനെ ചോദ്യം ചെയ്യാനായി എളുപ്പത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ റാഖിയുടെ ഈ കോൾ റെക്കോർഡുകൾ മതിയായിരുന്നു STFന്. അതിനുശേഷം ഡിസംബർ 2018 STF ഡോക്ടർ DP സിംഗിനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഡോക്ടർ DP സിംഗ് STFനോട് സത്യസന്ധമായി ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയായിരുന്നു. അതിനുശേഷം STF കേസ് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാൻ തുടങ്ങി. ജൂൺ 4 മുതൽ ജൂൺ 6 വരെ DP സിംഗിന്റെ ലൊക്കേഷൻ റാഖിക്കൊപ്പം നേപ്പാളിലായിരുന്നു. അതിനുശേഷം DP സിംഗ് ഗോരഖ്പൂരിലേക്ക് മടങ്ങി. ആ സമയത്ത് റാഖിയുടെ ലൊക്കേഷൻ ഗുവാഹത്തിയിലായിരുന്നു. തുടർന്ന് STF ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് എങ്ങനെയാണ് DP സിംഗ് സഞ്ചരിച്ചതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹം വിമാനമാർഗമോ റോഡ് മാർഗമോ അതോ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചോ എന്നവർ പരിശോധിച്ചു. ഇതോടൊപ്പം DP സിംഗ് നേപ്പാളിലേക്ക് ഒറ്റയ്ക്കാണോ പോയത് അതോ മറ്റാരെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടോ എന്നും STF അറിയാൻ ആഗ്രഹിച്ചു. ഇതേ രീതിയിൽ അന്വേഷണം തുടരുന്നതിനിടയിൽ DP സിംഗ് ഡ്രൈവർമാരിൽ ഒരാളായ പ്രമോദ് കുമാർ സിംഗ് എന്ന വ്യക്തി DP സിംഗിന്റെ കൂടെയുണ്ടായിരുന്നുവെന്ന് STF ഒടുവിൽ കണ്ടെത്തി. ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം ജൂൺ 4 ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് എത്ര പ്രൈവറ്റ് വാഹനങ്ങൾ പോയെന്ന് STF അന്വേഷിക്കാൻ തുടങ്ങി.
ഇത് അന്വേഷിക്കുന്നതിനിടയിൽ നേപ്പാളിലെ സൊണാലി അതിർത്തിയിൽ പ്രമോദ് കുമാർ സിംഗ് കസ്റ്റംസ് പാസ് നേടിയിട്ടുണ്ടെന്ന് STF കണ്ടെത്തി. വാസ്തവത്തിൽ ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യുകയാണെങ്കിൽ നേപ്പാളിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ അവരുടെ വാഹനത്തിന് കസ്റ്റംസ് പാസ് എടുക്കണം. ഇന്ത്യക്കാർക്ക് അവരുടെ വാഹനങ്ങൾ നേപ്പാളിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് ഈ കസ്റ്റംസ് പാസ്. എന്നിരുന്നാലും കസ്റ്റംസ് പാസിന്റെ ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് വാഹനം നേപ്പാളിൽ നിന്ന് മടങ്ങണം. എന്നിരുന്നാലും ആളുകൾക്ക് ഈ പാസ് പുതുക്കാനും കഴിയും. ആ കസ്റ്റംസ് പാസ് ലഭിക്കാൻ പ്രമോദ് കുമാർ തന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ചിരുന്നു. ഇത്രയും നീണ്ട അന്വേഷണത്തിന് ശേഷം ഈ പ്രമോദ് കുമാർ DP സിംഗിന്റെ ഡ്രൈവറാണെന്ന് STF സ്ഥിരീകരിച്ചു. ഇതിനുശേഷം പോലീസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് കർശനമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ അയാൾ പോലീസിനോട് എല്ലാം സത്യസന്ധമായി പറഞ്ഞു. ആ സമയത്ത് താൻ ഡോക്ടർ DP സിംഗിനൊപ്പം ഉണ്ടായിരുന്നുവെന്നും അവരോടൊപ്പം ഡോക്ടറുടെ ആശുപത്രിയിലെ മറ്റൊരു ജീവനക്കാരൻ കൂടി ഉണ്ടായിരുന്നുവെന്നും ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു. ആ ജീവനക്കാരന്റെ പേര് ദേശ് ദീപക് നിഷാദ് എന്നാണ്. മൂവരും ഒരു സ്കോർപിയോ കാറിൽ ഒരുമിച്ച് നേപ്പാളിലേക്ക് പോയിരുന്നു. ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളിലൊന്ന് ഡ്രൈവറുടെയും ജീവനക്കാരുടെയും ഫോൺ ലൊക്കേഷൻ റാഖിക്കൊപ്പം നേപ്പാളിൽ കണ്ടെത്തി എന്നതാണ്. STF ഒടുവിൽ ഡോക്ടർ DP സിംഗിന്റെ ആശുപത്രി ജീവനക്കാരനെ പിടികൂടി. ഇരുവരെയും പിടികൂടിയ ശേഷം STF ഡോക്ടർ DP സിംഗിനെ അറസ്റ്റ് ചെയ്തു. തന്റെ ഡ്രൈവറെയും ജീവനക്കാരെയും കണ്ടപ്പോൾ ഡോക്ടർ വളരെ അത്ഭുതപ്പെട്ടു. മൂവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് മുമ്പിൽ ഒരു കഥ വെളിപ്പെടുകയുണ്ടായി. 2006 റാഖി ബിലക്പൂരിലെ തന്റെ മാതാപിതാക്കൾ, 2 സഹോദരന്മാർ, 1 സഹോദരി എന്നിവരോടൊപ്പം താമസിച്ചിരുന്നു. റാഖിയുടെ പിതാവ് ഹരിറാം ശ്രീവാസ്തവ വൈദ്യുതി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇതിനകം വിരമിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ റാഖിയുടെ പിതാവ് രോഗബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. ആ ആശുപത്രി ഡോക്ടർ DP സിംഗിന്റെ ഉടമസ്ഥതയിലുള്ള ആര്യൻ ആശുപത്രിയായിരുന്നു. ആ സമയത്താണ് ഡോക്ടർ റാഖിയെ ആദ്യമായി കാണുന്നത്. ആ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അദ്ദേഹം അവളുമായി പ്രണയത്തിലായി. എന്നിരുന്നാലും DP സിംഗ് ഇതിനകം വിവാഹിതനായിരുന്നു. എന്നിട്ടും റാഖിയിൽ അദ്ദേഹത്തിന് താല്പര്യം വളർന്നു. ശേഷം ഇരുവരും ക്രമേണ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. കാലക്രമേണ അവർ നല്ല സുഹൃത്തുക്കളായി. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം റാഖിയുടെ അച്ഛൻ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി. അവരുടെ അച്ഛൻ സുഖം പ്രാപിച്ചതിനു ശേഷവും റാഖി പലപ്പോഴും DP സിംഗിനെ അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഡോക്ടർ ഇതിനകം വിവാഹിതനാണെന്ന് റാഖിക്ക് അറിയില്ലായിരുന്നു. ഡോക്ടർ തന്നെക്കുറിച്ചൊന്നും അവളോട് പറഞ്ഞിരുന്നുമില്ല. ഡോക്ടർ DP സിംഗിന്റെ ഭാര്യ ഉഷ സിംഗിനും തന്റെ ഭർത്താവിനും മറ്റൊരു സ്ത്രീയുമായി വിവാഹേതര ബന്ധമുണ്ടെന്ന് അറിവില്ലായിരുന്നു. അവരുടെ പ്രണയം വർഷങ്ങൾ നീണ്ടുനിന്നു. എന്നാൽ ഒരു ദിവസം ഡോക്ടർ വിവാഹിതനാണെന്ന് ഒരാളിൽ നിന്ന് റാഖി മനസ്സിലാക്കി. ഈ വെളിപ്പെടുത്തൽ അവളെ വല്ലാതെ ഞെട്ടിക്കുകയും അവൾക്ക് വലിയ വേദനയുണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷം ഡോക്ടറോട് പറയാതെ റാഖി അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഗോണ്ട് നഗരത്തിലേക്ക് മാറി. റാഖി ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കാൻ ചേർന്നു. ഡോക്ടറുടെ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം അവൾ അവനുമായി കോണ്ടാക്ട് ചെയ്യുന്നതും നിർത്തി. എന്നാൽ DP സിംഗിന് റാഖിയിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അയാൾ വീണ്ടും അവളെ സമീപിച്ച് അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം റാഖി സമ്മതിച്ചു. 2011 അവർ രണ്ടുപേരും ഗോണ്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി. ആ സമയത്ത് അവരുടെ കുടുംബങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. പക്ഷേ റാഖിക്കത് അവരുടെ കുടുംബത്തിൽ നിന്ന് അധികനാൾ മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. അവർ അറിഞ്ഞപ്പോൾ അതിന്റെ ഞെട്ടൽ അവളുടെ പിതാവിന്റെ മരണത്തിന് അത് കാരണമായി. അവരുടെ കുടുംബത്തിലെ മറ്റുള്ളവരും അവളുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. സരസ്വതിപുരമിൽ ഡോക്ടർ റാഖിക്ക് ഒരു വീട് വാങ്ങി. അതിനുശേഷം റാഖി ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഡോക്ടർ അവളെ അവിടെ സന്ദർശിക്കാൻ വരാറുണ്ടായിരുന്നു. ഇതെല്ലാം കാരണം ഡോക്ടറുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഉഷ സിംഗ് ഒടുവിൽ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞു. ഉഷ സിംഗ് വളരെ അസ്വസ്ഥതയായി. ഭാര്യയുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ഡോക്ടർ റാഖിയിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങി. പക്ഷേ ഡോക്ടർ വീണ്ടും റാഖിയുടെ അടുത്തേക്ക് തന്നെ മടങ്ങി. സത്യമെന്തെന്നാൽ അയാൾക്ക് രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ പിന്നീട് ഉഷ സിംഗ് ഡോക്ടർ വീണ്ടും റാഖിയുടെ അടുത്തേക്ക് പോയതായി കണ്ടെത്തി. ഇക്കാരണത്താൽ ഡോക്ടറുടെ ഭാര്യ ഉഷ ഗോരഖ്പൂരിലെ പോലീസ് സ്റ്റേഷനിൽ ഭർത്താവിനെതിരെ കേസ് നൽകി. കേസ് കാരണം ഡോക്ടർ തന്റെ ആദ്യ ഭാര്യ ഉഷയോട് ക്ഷമാപണം നടത്തി. കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് റാഖിയിൽ നിന്ന് അകന്നു നിൽക്കുമെന്ന് അവർക്ക് വാഗ്ദാനം ചെയ്തു.
മറുവശത്ത് റാഖി ഡോക്ടറോട് തന്നോടൊപ്പം താമസിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. എന്നാൽ ഇത്തവണ DP സിംഗ് യഥാർത്ഥത്തിൽ റാഖിയിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങി. ആ സമയത്താണ് റാഖി ഗർഭിണിയാകുന്നത്. ഇരുവരും അതറിഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ചു. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം പ്രസവ സമയത്ത് സങ്കീർണതകൾ കാരണം പെൺകുട്ടിയായിരുന്ന ആ കുഞ്ഞ് മരിച്ചു. ഇത് ഡോക്ടറെയും റാഖിയെയും വല്ലാതെ തളർത്തി. എന്നിരുന്നാലും ഡോക്ടർ DP സിംഗിനെ ആകർഷിച്ച റാഖിയുടെ സൗന്ദര്യം കാലക്രമേണ പതുക്കെ മങ്ങിക്കൊണ്ടിരുന്നു. ഇക്കാരണത്താൽ ഡോക്ടർ വീണ്ടും തന്റെ ആദ്യ ഭാര്യ ഉഷയോടൊപ്പം താമസിക്കാൻ തുടങ്ങി. റാഖി ഒറ്റയ്ക്കായി. പക്ഷേ അതുവരെ മാറാത്ത ഒരു കാര്യമെന്തെന്നാൽ ഡോക്ടർ എല്ലാ മാസവും അവൾക്ക് അയച്ചുകൊണ്ടിരുന്ന പണമായിരുന്നു. അവനിപ്പോഴും അതേ തുക അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ പണത്തേക്കാൾ കൂടുതൽ റാഖി ഡോക്ടറുടെ സാമീപ്യം ആഗ്രഹിച്ചു. ഇത് റാഖിയും ഡോക്ടറും തമ്മിൽ വഴക്കുകൾക്കും വാദപ്രതിവാദങ്ങൾക്കും കാരണമായി. ഈ വഴക്കുകളിൽ നിരാശനായ റാഖി 2017 ലക്നൌവിലെ ചിൻഹോട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഡോക്ടർക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിനും കൂട്ടബലാത്സംഗത്തിനും കേസ് നൽകി. അതോടൊപ്പം ഗോരഖ്പൂരിലെ വനിതാ പോലീസ് സ്റ്റേഷനിൽ അവർ ലൈംഗിക പീഡന കേസും ഫയൽ ചെയ്തു. ഒരേ സമയം ഫയൽ ചെയ്ത ഈ 2 കേസുകൾ കാരണം സമൂഹത്തിൽ ഡോക്ടറുടെ പ്രശസ്തിക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങളുണ്ടായി. അദ്ദേഹത്തിന്റെ ആശുപത്രിക്കും വലിയ നഷ്ടമുണ്ടായി. അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഡോക്ടർ റാഖിയോട് അപേക്ഷിക്കുകയും 2 കേസുകളും പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ റാഖി സമ്മതിക്കുകയും കേസുകൾ പിൻവലിക്കുകയും ചെയ്തു. ആ സമയത്തും ഡോക്ടർ അവൾക്കായി വാങ്ങിയ സരസ്വതിപുരത്തിലെ വീട്ടിലാണ് റാഖി അപ്പോഴും താമസിച്ചിരുന്നത്. സരസ്വതിപുരത്തിലെ അതേ ഫ്ളാറ്റിലാണ് റാഖി ആദ്യമായി ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഭർത്താവ് മനീഷ് സിൻഹയെ കണ്ടുമുട്ടിയതും. എന്നാൽ ഇരുവരും കണ്ടുമുട്ടിയ സാഹചര്യം എന്തെന്നാൽ മനീഷിന്റെ ചില ബന്ധുക്കളും ആ സമയത്ത് സരസ്വതിപുരത്തിലെ ആ ഒരു പ്രദേശത്ത് താമസിച്ചിരുന്നു. മനീഷ് ഇടയ്ക്കിടെ അയാളുടെ ബന്ധുക്കളെ സന്ദർശിക്കാൻ അവിടെ വരാറുണ്ടായിരുന്നു. വാസ്തവത്തിൽ അത്തരമൊരു സന്ദർശനത്തിനിടയിലാണ് മനീഷ് റാഖിയെ വീണ്ടും കണ്ടുമുട്ടിയത്. ആ കൂടിക്കാഴ്ചയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. ക്രമേണ അവർ കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഒടുവിൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇരുവരും വിവാഹിതരായി. ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഒരു വാർത്താ ചാനൽ അവകാശപ്പെട്ടത് റാഖി ഒരു ഡോക്ടറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് മനീഷിന് അറിയില്ലായിരുന്നു എന്നാണ്. എന്നിരുന്നാലും മറുവശത്ത് ഇതിന് വിപരീതമായി മറ്റൊരു വാർത്താ ചാനൽ പറയുന്നത് മനീഷിന് ഇതിനകം റാഖിയെക്കുറിച്ചെല്ലാം അറിയാമായിരുന്നുവെന്നും എന്നിട്ടും അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചുവെന്നുമാണ്. റാഖിയുടെ മനീഷ് സിൻഹയുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഡോക്ടർ പിന്നീട് അറിഞ്ഞു. റാഖി വിവാഹിതയായതിനു ശേഷം ഇപ്പോൾ അവൾ ഡോക്ടറെ ഒറ്റയ്ക്ക് വിടുമെന്ന് ഡോക്ടർ കരുതി. എന്നാൽ വിവാഹിതയായതിനു ശേഷവും റാഖി ഡോക്ടറെ പിന്തുടരുന്നത് നിർത്തിയില്ല. പകരം വീണ്ടും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അയാൾക്കെതിരെ മറ്റൊരു കേസ് ഫയൽ ചെയ്യാൻ തന്റെ കൈവശം ചില ഫോട്ടോകളുണ്ടെന്ന് അവൾ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടറെ ബ്ലാക്ക്മെയിൽ ചെയ്ത് റാഖി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുകൊണ്ടിരുന്നു. ഡോക്ടർ അവൾക്ക് താമസിക്കാൻ വാങ്ങിയ അതേ വീട് അവളുടെ പേരിലേക്ക് മാറ്റണമെന്നും അവൾ ആഗ്രഹിച്ചു. എന്നിരുന്നാലും വീട് അവളുടെ പേരിലേക്ക് മാറ്റാൻ ഡോക്ടറിന് താല്പര്യമില്ലായിരുന്നു. കാരണം അത് വളരെ വിലയുള്ള സ്വത്തായിരുന്നു. റാഖിയുടെ ബ്ലാക്ക് മെയിലിംഗിൽ നിരാശനായ ഡോക്ടർ അവളെ കൊല്ലാൻ പദ്ധതിയിട്ടു. റാഖിയെ കൊല്ലാൻ അയാൾ ആദ്യം 5 പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പക്ഷേ അവയൊന്നും നടപ്പിലാക്കാൻ അയാൾക്ക് ധൈര്യം വന്നില്ല. എന്നാൽ പിന്നീട് ഡോക്ടർ റാഖിയെ കൊല്ലാൻ 6ാമത്തെയും അവസാനത്തെയുമായ ഒരു പദ്ധതി തയ്യാറാക്കി. 2018 ജൂൺ 2 റാഖി തന്നെ ഡോക്ടറെ വിളിച്ച് അവളിപ്പോൾ നേപ്പാളിലുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ ഈ പദ്ധതി തയ്യാറാക്കിയത്. ഇത് കേട്ട ശേഷം ഡോക്ടർ നേപ്പാളിലേക്ക് പോയി അവളെ അവിടെ വെച്ച് കൊല്ലാൻ തീരുമാനിച്ചു. ഡ്രൈവർ പ്രമോദ് കുമാർ സിംഗിനെയും ദീപോയെയും തന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. അടുത്ത മാസം മുതൽ 5000 രൂപ ശമ്പള വർധനവ് നൽകുമെന്നും റാഖിയെ കൊല്ലുന്നതിന് കുറച്ച് പണം നൽകുമെന്നും അദ്ദേഹം അവർക്ക് വാഗ്ദാനം ചെയ്തു. പദ്ധതി നടപ്പിലാക്കാൻ ഡോക്ടർ റാഖിയെ വിളിച്ചു പറഞ്ഞു. അതിങ്ങനെയായിരുന്നു: ഞാൻ നിന്നെ കാണാൻ നേപ്പാളിലേക്ക് വരുന്നു, അതുകൊണ്ട് ഞാൻ എത്തുന്നതുവരെ അവിടെ തന്നെ നിൽക്കൂ എന്ന്. ഇക്കാരണത്താൽ റാഖി തന്റെ ഭർത്താവ് മനീഷിനോട് ഇന്ത്യയിലേക്ക് ഒറ്റയ്ക്ക് മടങ്ങാൻ പറഞ്ഞു. അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണാനെന്ന വ്യാജേന അവൾ നേപ്പാളിൽ തന്നെ തങ്ങി. 2018 ജൂലൈ 4 ഡോക്ടറും പ്രമോദ് കുമാർ സിംഗും ദീപകും നേപ്പാളിലെത്തി. നേപ്പാളിലെത്തിയ ശേഷം അവർ റാഖിയെ കണ്ടുമുട്ടി. അവളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു. പൊക്കാറ നഗരം ചുറ്റിക്കണ്ടു. ഔട്ടിങ്ങിന് ശേഷം ഡോക്ടർ നേപ്പാളിൽ CCTV ക്യാമറകളില്ലാത്ത ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു. തുടർന്ന് ജൂൺ 5
വൈകുന്നേരം മദ്യത്തിൽ എന്തോ ലഹരി പദാർത്ഥം കലക്കി റാഖിക്ക് കൊടുത്തു. അതിനുശേഷം അയാൾ അവളെ ഒരു കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി. കുന്നിൻ മുകളിലെത്തിയപ്പോൾ അവർ 3 പേരും ചേർന്ന് റാഖിയെ കുന്നിൽ നിന്ന് തള്ളിയിട്ടു. അവൾ താഴേക്ക് വീണു. ഇത് ചെയ്യുന്നതിന് മുമ്പ് അവർ അവളുടെ ബാഗും മറ്റെല്ലാ തിരിച്ചറിയൽ രേഖകളും അവളുടെ പക്കൽ നിന്നും എടുത്തു മാറ്റിയിരുന്നു. അവരുടെ പദ്ധതി പ്രകാരം അവർ റാഖിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തില്ല. പകരം അവർ അവളുടെ ഫോൺ മറ്റൊരാൾക്ക് നൽകി. എന്നിട്ട് അയാളെ ഗുവാഹത്തിയിലേക്ക് അയച്ചു. പിന്നീട് അവർ അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സജീവമാക്കി. ഗോരഖ്പൂർ പോലീസും STFും ഈ കേസ് വളരെ സമഗ്രമായി അന്വേഷിച്ചു. അതുകൊണ്ടാണ് 2018 ഡിസംബർ 21 അവർ 3 പ്രതികളെയും ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തത്. ഗോരഖ്പൂർ പോലീസും STFും കേസിന്റെ പൂർണ്ണ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചു. 3 പ്രതികളിൽ നിന്ന് ഒരു സ്കോർപിയോ കാർ, റാഖിയുടെ വോട്ടർ ID കാർഡ്, ഒരു നേപ്പാൾ ഫോൺ റീചാർജ് കാർഡ്, 2 പാൻ കാർഡുകൾ, ഒരു ATM കാർഡ്, 4 ഫോണുകൾ എന്നിവ കണ്ടെടുത്തു. അതിനുശേഷം 3 ജയിലിലേക്ക് അയച്ചു. ജയിലിലായിരിക്കുമ്പോൾ ഡോക്ടർ ഗോരഖ്പൂർ സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിച്ചു. പക്ഷേ ജാമ്യം നിരസിക്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിൽ അപേക്ഷിച്ചു. ഒടുവിൽ 2019 മെയ് 20 അലഹബാദ് ഹൈക്കോടതി ഡോക്ടർക്ക് ജാമ്യം അനുവദിച്ചു. ഡോക്ടർക്ക് ജാമ്യം ലഭിച്ചതു മുതൽ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്താണ്. എന്നാൽ ഈ കേസിലെ മറ്റു 2 പ്രതികൾ ഇപ്പോഴും ജയിലിലാണ്. റാഖിയുടെ മറ്റു തെളിവുകൾ പോലീസിന് ഇപ്പോഴും ആവശ്യമുള്ളതിനാൽ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ഈ സമയത്ത് നേപ്പാൾ പോലീസിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ഫോറൻസിക് തെളിവുകളും ലഭിക്കാൻ ഉത്തർപ്രദേശ് പോലീസ് 2023 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ വഴി ഇന്റർപോളുമായി ബന്ധപ്പെട്ടു. റാഖി ശ്രീവാസ്തവ കൊലപാതക കേസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് എന്തു തോന്നുന്നു? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് ഇത്തരം സ്റ്റോറീസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കമന്റും കൂടി. നന്ദി.